നമ്മൾ എവിടെ പറഞ്ഞത് പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ അല്ലേ? ഹോൾ നമ്പേഴ്സിലെ പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ പേജ് നമ്പർ 30. അതെല്ലാ പ്രോപ്പർട്ടീസും പറഞ്ഞതല്ലേ? ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി, സെക്കൻഡ് വൺ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, തേർഡ് വൺ അഡിറ്റീവ് പ്രോപ്പർട്ടി 0, ഫോർത്ത് വൺ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, എല്ലാം പറഞ്ഞതല്ലേ? ആണോ ജീവ? എല്ലാം പറഞ്ഞതാണോ? ജസ്റ്റ് നമ്മൾ ഈ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞതാണോ അഡിഷന്റെ? ആ പേജ് നമ്പർ 30 പറഞ്ഞതാന്ന് തോന്നുന്നു സർ. എല്ലാം പറഞ്ഞതാ? അതിൽ സോൾവ്ഡ് എക്സാമ്പിൾസ് ആണ് ഈ പറയാനുള്ളതെന്ന് തോന്നുന്നു. സോൾവ്ഡ് എക്സാമ്പിൾസ് ആയി പറഞ്ഞു. സോൾവ്ഡ് എക്സാംസ് പറയാനുണ്ട്. അത് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എക്സാമ്പിൾ 6 ഒന്ന് നോക്കിയേ. ഫൈൻഡ് ദ സം ബൈ സ്യൂട്ടബിൾ റീഅറേഞ്ച്മെന്റ്. മൂന്ന് നാല് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അതിനെ നമുക്ക് നല്ല കറക്റ്റ് ഒരു മെത്തേഡിൽ റീഅറേഞ്ച് ചെയ്താൽ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഈ പ്രോപ്പർട്ടി വെച്ചിട്ടാ ചെയ്യുന്നത്. ഏത് പ്രോപ്പർട്ടിയാ? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. എന്താ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി? The 3 or more whole numbers can be grouped in any order to find their sum. അതായത് മൂന്നോ അതിൽ കൂടുതലോ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ഗ്രൂപ്പ് ചെയ്യാം. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സം കണ്ടുപിടിച്ചിരിക്കുന്നത്. ആറാമത്തെ എക്സാമ്പിളിൽ ഫസ്റ്റ് വൺ നോക്കിയേ. 876 പ്ലസ് 305 പ്ലസ് 524. അതിനെ വൺസിന്റെ പ്ലേസിൽ 6ഉം 4ഉം വരുന്നുണ്ട് ഇല്ലേ? രണ്ട് നമ്പേഴ്സിൽ ഒന്നില് വൺസിന്റെ പ്ലേസിൽ 6 വരുന്നുണ്ട്, ഒന്നില് 4ഉം വരുന്നുണ്ട്. അപ്പൊ 6ഉം 4ഉം വൺസിന്റെ പ്ലേസിൽ ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും, 0 കിട്ടും അല്ലെ? അപ്പൊ അത് രണ്ടും കൂടി ആദ്യം ആഡ് ചെയ്യാൻ വേണ്ടി 876ഉം 524ഉം ആദ്യം ആഡ് ചെയ്തു, അതിനൊരു ഗ്രൂപ്പ് ആക്കി. അതിനോടുകൂടി 305 ആഡ് ചെയ്തു. അങ്ങനെ ജസ്റ്റ് ആ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ്, നമ്പേഴ്സിന്റെ പ്രത്യേകതകൾ വെച്ചിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. ജസ്റ്റ് അഡീഷൻ മാത്രമേ ഉള്ളൂ. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് ആഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് വൺ നോക്കിയേ. ബി 1920 പ്ലസ് 632 പ്ലസ് 2580 പ്ലസ് 368. അതില് 10ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്. അത് രണ്ടും ആദ്യം ആഡ് ചെയ്യുന്നു. ബാക്കി രണ്ടെണ്ണം വേറൊരു ഗ്രൂപ്പായിട്ട് ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? അതിന്റെ സം കണ്ടുപിടിക്കുന്നു. പിന്നെ എക്സാമ്പിൾ 7, ഫൈൻഡ് ദ സം ഓഫ് ദി ഫോളോയിങ്. അതൊന്നുമില്ല, ജസ്റ്റ് 9999 ആഡ് ചെയ്യുന്നതിന് പകരം 9999ലെ 10,000 മൈനസ് 1 മാറ്റി എഴുതുന്നു. അപ്പൊ 10,000 നമുക്ക് ആഡ് ചെയ്യാൻ എളുപ്പമാണ് അല്ലെ? അല്ലെ? ഒരു നമ്പറിനോട് 10ഉം 100ഉം 1000 10,000 ഇങ്ങനെയുള്ള നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ എളുപ്പമാണ്. അപ്പൊ ഈ 9999 എന്നുള്ളത് ആഡ് ചെയ്യുന്നതിന് പകരം അതിനെ, ആ നമ്പറിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി എഴുതി. അതായത് ഇവിടെ നോക്കിക്കോ. sorry 52 plus 99. 52 plus 99 ചെയ്യുന്നതിന് പകരം നമ്മൾ ആദ്യം 52 plus 99നെ നമ്മൾ
100 മൈനസ് 1 എഴുതുന്നു. 99 എന്ന് പറയുന്നത് 100ൽ നിന്ന് 1 മൈനസ് ചെയ്തതല്ലേ. അപ്പൊ 99 നമ്മൾ 100 മൈനസ് 1 എഴുതുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 52നോട് 100 ആഡ് ചെയ്തതിന് ശേഷം 1 മൈനസ് ചെയ്യുന്നു. 52നോട് 100 ആഡ് ചെയ്താൽ എത്രയാ? 150. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുന്നു. അപ്പൊ എത്ര കിട്ടും? 151. ഇപ്പൊ ജസ്റ്റ് നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണെങ്കിൽ 52 പ്ലസ് 99 ആണെങ്കിൽ ചിലപ്പോ തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്നിട്ട് റിമൈൻഡർ ക്യാരി ഓവർ ചെയ്ത് ആഡ് ചെയ്യുന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോവും. 2 പ്ലസ് 9 1 റിമൈനിങ് 1. 9 പ്ലസ് 5 14 പ്ലസ് റിമൈനിങ് 1 15. 151 തന്നെയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ ഇങ്ങനെ ആഡ് ചെയ്തതിന് പകരം നമ്മള് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് 99നെ 100 മൈനസ് 1 എഴുതി. അതേപോലെ നമുക്ക് 999 എങ്ങനെ മാറ്റി എഴുതാം? 1000 മൈനസ് 1 എഴുതാം. 9999ന് 10,000 മൈനസ് 1 എഴുതാം. അതേപോലെയാണ് ഈ പ്രോബ്ലത്തിൽ ഇവിടെ ചെയ്തിട്ടില്ലേ. ഒരു നമ്പറിനോട് നമ്മൾ 9999 ആഡ് ചെയ്തു. ഏഴാമത്തെ എക്സാമ്പിൾ. അപ്പൊ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 10,000 ആഡ് ചെയ്തിട്ട് 1 മൈനസ് ചെയ്യുന്നു. ഇപ്പൊ 9998 ആണെങ്കിൽ 10,000 ആഡ് ചെയ്യുക, 2 മൈനസ് ചെയ്യാം. മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 99,999 പ്ലസ് 6,72,354. അതെങ്ങനെ ചെയ്യുന്നു? 99,999നെ 1 lakh മൈനസ് 1 എഴുതി. 1 lakh 1 മൈനസ് ചെയ്തതാണ് 99,999. അപ്പൊ എന്ത് ചെയ്യാം? 1 lakhും 6,72,354 ആഡ് ചെയ്തിട്ട് 1 മൈനസ് ചെയ്താൽ മതി. ഓക്കെ. എക്സൈസ് 2C ഒന്ന് നോക്കിയേ, പേജ് നമ്പർ 31. ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് ക്വസ്റ്റ്യൻ മനസ്സിലായോ? രണ്ട് സോൾവ് എക്സാമ്പിൾസ് മനസ്സിലായോ? മനസ്സിലായിരുന്നോ? ആർക്കും റെസ്പോൺസ് ഇല്ലല്ലോ. അഫ്രാസ്, നിജാസ്, ശ്രീവിഷ്ണു എന്താ വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നേ? നിജാദിന് റേഞ്ചിന്റെ പ്രശ്നമാണെങ്കിൽ ഓൺ ചെയ്യണ്ട. ശ്രീവിഷ്ണു എന്താ റേഞ്ച് പ്രശ്നമുണ്ടോ? ഓക്കെ, എന്നാ ക്ലിയർ ആവുന്നില്ലെങ്കിൽ എന്നാ വീഡിയോ ഓഫ് ചെയ്തോ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുമ്പോ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഓഫ് ചെയ്തോ, അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കണേ. എന്താ മോനെ? ഇതുണ്ടല്ലോ, എന്റെ ക്യാമറന്റെ സൂം മീറ്റിംഗിന്റെ പ്രോബ്ലം ആണ് തോന്നുന്നു. എപ്പോഴും എന്റെ കാര്യത്തിൽ എന്റെ വീഡിയോ ഓൺ ആണ്, പക്ഷേ ബാക്കി എല്ലാവരുടെയും റെക്കോർഡ് എടുത്ത് നോക്കുവാണെങ്കിൽ പോലും എന്റെ വീഡിയോ ഓഫ് ആയിട്ടാണ് കാണുന്നത്. ആണോ? എന്നാ എന്തെങ്കിലും ഫോണിന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും ആയിരിക്കും. കുഴപ്പമില്ല. ഇപ്പൊ എന്റെ വീഡിയോ ഓൺ ആണോ? ഇപ്പൊ ഓൺ ആണ്, പക്ഷെ സ്റ്റക്ക് ആയിരിക്കാം. ഓക്കെ, അത് ഫോണിന്റെ കുഴപ്പമാണെങ്കിൽ കുഴപ്പമില്ല. നിജാദ് റേഞ്ചിന്റെ പ്രശ്നമാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യണ്ട, ഓഫ് ചെയ്തിരുന്നു കേട്ടോ. നെക്സ്റ്റ്, എക്സൈസ് 2C, പേജ് നമ്പർ 31. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, fill in the blanks to make each of the following a true statement. ഒന്നുമില്ല, ജസ്റ്റ് fill in the blanks ചെയ്യാൻ വേണ്ടി. ഫസ്റ്റ് വൺ, അത് ടെക്സ്റ്റ് തന്നെ നിങ്ങൾ ആൻസർ ഇപ്പൊ തന്നെ എഴുതി വെച്ചു. ഫസ്റ്റ് വൺ, 2,957 പ്ലസ് 0. പറയേണ്ട ആവശ്യമില്ല, ഏത് നമ്പറിനോട് 0 ആഡ് ചെയ്താൽ അതേ നമ്പർ തന്നെ ആയിരിക്കും. 2,957 plus 0 is equal to that number itself. Second one, dash plus 998 is equal to 998.
dash plus 998 is equal to 998. ഏതെങ്കിലും ഒരു നമ്പറിനോട് കൂടി എന്ത് ആഡ് ചെയ്താലും അതേ നമ്പർ കിട്ടുന്നേ? ഫസ്റ്റ് ചെയ്തത് തന്നെ. സീറോനോട് കൂടി ഏത് നമ്പർ ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടും, അല്ലെങ്കിൽ ഏത് നമ്പറിനോട് കൂടി സീറോ ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടും. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ, 0 plus 998 is equal to 998. Third one, 5239 plus 632 is equal to 632 plus dash. എത്രയായിരിക്കും ഹെവൻ അതിന്റെ ആൻസർ? എങ്ങനെ ഓപ്പോസിറ്റ്? 5239 ഇട്ടാ പോരെ? അതെ, 5239. അതേതാ പ്രോപ്പർട്ടി? ഏത് ലോയാ? That is commutative law. Two whole numbers can be added in any order. അതായത് രണ്ട് നമ്പേഴ്സ് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പൊ പ്രോപ്പർട്ടീസ് നിങ്ങൾ തെറോയായിട്ട് പഠിച്ചാൽ മാത്രമേ ഇങ്ങനെ ഒരു ഇക്വേഷൻ തന്നിട്ട് ഇത് ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുള്ളൂ. പ്രോപ്പർട്ടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് ഫോർത്ത് വൺ, 59,362 plus dash is equal to 994 plus 59,362. ആരാ പറയുന്ന ആൻസർ? ഹെവൻ പറയണ്ട, ഹെവൻ ഇപ്പൊ ഒന്നും പറഞ്ഞില്ലേ? ജോയൽ പറയുന്നോ? ഫോർത്ത് വണ്ണിന്റെ ആൻസർ എത്രയാ അവിടെ ഫില്ല് ചെയ്യേണ്ട നമ്പർ? 59,000. എനിക്ക് ഇത്ര സ്റ്റക്ക് ആയിരുന്നു. ആണോ? ഓക്കെ, 59,362 plus dash is equal to 994 plus 59,362. ജീവ പറഞ്ഞ മോനെ അതിന്റെ ആൻസർ. അവിടെ ഏത് നമ്പർ എഴുതണ്ടേ? മൂന്നാമത്തെ ചെയ്തത് പോലെ തന്നെയാണതും. അതേ പ്രോപ്പർട്ടി തന്നെ ഉപയോഗിക്കുന്നത്. എത്ര ജസ്റ്റസ്? 994. 994. കമ്മ്യൂട്ടേറ്റീവ് ലോ തന്നെ അവിടെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ഫിഫ്ത് വൺ, 337 plus 892 plus 617. അതില് 892 617 ഒരു ഗ്രൂപ്പ് ആക്കിയിട്ടുണ്ട്. is equal to 337 plus 892 plus 617. അതിന് ഗ്രൂപ്പിംഗിൽ മാറ്റം വന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ് ഈസ് അസോസിയേറ്റീവ് ലോ. Next, second question, add each of the following and check by reversing the order of addends. അതൊന്നുമില്ല, അതായത് കമ്മ്യൂട്ടേറ്റീവ് ലോ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യം അതിന്റെ ആഡ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക, സം കണ്ടുപിടിക്കാം. 5,943 plus 287 ആൻസർ കണ്ടുപിടിക്കാം. എന്നിട്ട് അത് റിവേഴ്സ് ഓർഡറിൽ ആഡ് ചെയ്തിട്ടും അതേ ആൻസർ തന്നെയാണ് കിട്ടുന്നതെന്ന് ചെക്ക് ചെയ്യാം. ചെയ്യൊന്നും വേണ്ട, അത് തന്നെയായിരിക്കും ആൻസർ. അത് കമ്മ്യൂട്ടേറ്റീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ടാ. സെക്കൻഡ് ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ 12,940 പ്ലസ് 9,999. ഇനി തേർഡ് വൺ, determine each of the following sums using suitable rearrangement. കുറച്ച് addition facts തന്നിട്ടുണ്ട്, അതിനെ suitable rearrangement ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കണം. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യൂ.
ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? നിങ്ങൾക്ക് എങ്ങനെയാ ഈസി ആയിട്ട് റീഅറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് നോക്കിയിട്ട് മൂന്നാമത്തെയും നാലാമത്തെയും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ഈ സോൾഡ് എക്സാമ്പിൾസിൽ ചെയ്ത രണ്ടാമത്തെ എക്സാമ്പിൾ 7 ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, fill in the blanks. If two whole numbers are added, the sum is always a dash number. രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താൽ അതിന്റെ സം എപ്പോഴും എന്തായിരിക്കും? മിസ്സേ മൂന്നാമത്തെ ഗ്രൂപ്പ് ആക്കുവാണ് ചെയ്യേണ്ടത്. ആ ഗ്രൂപ്പ് ആക്കിയിട്ട് ആഡ് ചെയ്യാൻ വേണ്ടി എന്തായിരിക്കും fill in the blanks ൽ ഫസ്റ്റ് വൺ? If two whole numbers are added, the sum is always a whole number. എഴുതിക്കോ, അവിടെ എഴുതി വെച്ചോ അതിന്റെ ആൻസർ. രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താൽ എപ്പോഴും അതിന്റെ ആൻസറും ഹോൾ നമ്പർ തന്നെ ആയിരിക്കും. നെക്സ്റ്റ് സെക്കൻഡ് വൺ, ഹോൾ നമ്പേഴ്സ് ആർ ഡാഷ് അണ്ടർ അഡിഷൻ. ഒരു പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചതാണ്. ഹോൾ നമ്പേഴ്സ് ആർ ഡാഷ് അണ്ടർ അഡിഷൻ. എന്താ ശ്രീ വിഷ്ണു? Whole numbers are closed under addition. Whole numbers are closed under addition. Third one, dash is called the identity element for whole numbers under addition. Dash is called the identity element for whole numbers under addition. അഡിഷന്റെ കേസിൽ ഐഡന്റിറ്റി എലമെന്റ് ഏതാ? അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് സീറോ. മൂന്നാമത്തെ പ്രോപ്പർട്ടി. അതായത് സീറോ ഈസ് ദി അഡിറ്റീവ് ഐഡന്റിറ്റി എലമെന്റ് ഫോർ ഹോൾ നമ്പേഴ്സ് അണ്ടർ അഡിഷൻ. അതായത് നമ്മൾ ഏത് നമ്പറിനോട് കൂടി സീറോ ആഡ് ചെയ്താലും സീറോനോട് നമ്മൾ ഏത് നമ്പർ ആഡ് ചെയ്താലും അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുന്നത്. So zero is called additive identity അല്ലെങ്കിൽ identity element for addition. Okay, അപ്പോൾ മൂന്നാമത്തേത് zero is called the identity element for whole numbers under addition. Fourth one, in whatever order two whole numbers are added, their sum always remains. In whatever order two whole numbers are added, their sum always remains dash. രണ്ട് ഓപ്ഷൻസ് അവിടെ വരാനുള്ളൂ. ഒന്നുകിൽ ഡിഫറെന്റ് അല്ലെങ്കിൽ സെയിം. ഏതായിരിക്കും? രണ്ട് ഹോൾ നമ്പേഴ്സ് ഏത് ഓർഡറിൽ ആഡ് ചെയ്താലും അതിന്റെ സം എപ്പോഴും സെയിം ആയിരിക്കോ ഡിഫറെന്റ് ആയിരിക്കോ? Same. Okay, but fourth one, in whatever order two whole numbers are added, their sum always remains same. Then next, if p is a whole number such that p plus p is equal to p, p plus p is equal to p, then p is equal to എത്രയാ p ന്റെ വാല്യൂ? എത്ര ജസ്റ്റസ്? p plus p is 1 യൂണിറ്റ് അല്ലേ? ഏ 1 യൂണിറ്റ്. അഞ്ചാമത്തെ 1 യൂണിറ്റോ? ഒന്നുകൂടി ആലോചിച്ച് നോക്ക്. ജസ്റ്റസ് എന്താ? മൂന്നാമത്തെ ഡാഷ്. സീറോ ഈസ് കോൾഡ് ഐഡന്റിറ്റി എലമെന്റ്. അഞ്ചാമത്തെ ആൻസർ ഒന്നും കൂടി ആലോചിച്ച് നോക്കിയ ശ്രീ വിഷ്ണു, ഏകദേശം അടുത്താണ്. p plus p is equal to p. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് നമ്പർ ആയിരിക്കും? ഹോൾ നമ്പർ അല്ലേ? അല്ല, p ന്റെ വാല്യൂ അല്ലേ പറയണ്ടേ? p ഒരു ഹോൾ നമ്പർ ആണ്. സീറോ. ജസ്റ്റസ് പറഞ്ഞു സീറോ. ശ്രീ വിഷ്ണു 2 ആണോ? ആതിര എത്ര പറയുന്നേ? 0 + 0 = 0 തന്നെയല്ലേ വരുന്നത്?
2 + 2 എന്ന് Okay. പറയുമ്പോൾ 4. ഓക്കെ, ഹെവൻ എത്രയാ പറയുന്നേ? 2. ആദ്ര എത്രയാ പറയുന്നേ? 0. ജീവ എത്രയാ പറയുന്നേ? രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഏത് നമ്പർ ആയിരിക്കും? സെയിം നമ്പേഴ്സ് രണ്ടെണ്ണം ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ തന്നെ കിട്ടുന്നു. ശ്രീവിഷ്ണു പറഞ്ഞു 2 ആണ്, ജസ്റ്റസും ആദ്രയും പറഞ്ഞു 0 എന്ന്, ഹെവൻ പറഞ്ഞു 2. ഹലീമ എത്രയാ പറയുന്നേ? 0. ജീവ പെട്ടെന്ന് പറഞ്ഞോ. 0. ജോയല എത്രയാ? 0. ജോന എത്രയാ? 0. നിജാദ്? 0. ഓക്കെ, അപ്പൊ ശ്രീവിഷ്ണു, ഹെവൻ 2ഉം 2 കൂട്ടിയാൽ എത്ര കിട്ടുക? 4 അല്ലേ? അപ്പൊ അത് രണ്ടും വ്യത്യാസമല്ലേ? 0ഉം 0ഉം കൂട്ടിയാൽ എപ്പോഴും 0 തന്നെ ആയിരിക്കും കിട്ടുക. അപ്പൊ രണ്ട് സെയിം നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ അതേ നമ്പർ കിട്ടുന്നു എന്ന് പറഞ്ഞാല് 0 ആയിരിക്കും. 0നോട് 0 ആഡ് ചെയ്താൽ 0 തന്നെ കിട്ടുള്ളൂ. സോ P is equal to 0. അഞ്ചാമത്തത്, if P is a whole number such that P plus P is equal to P, then P is equal to 0. Okay, അപ്പൊ പ്രോപ്പർട്ടീസ് ഓഫ് അഡിഷൻ കഴിഞ്ഞു. ആ രണ്ട് ഹോംവർക്ക് ചെയ്യണേ, മൂന്നാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. പേജ് നമ്പർ 31 പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. ഞാൻ ഈ പ്രോപ്പർട്ടീസ് എടുക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രോപ്പർട്ടീസിന്റെ നെയിം ഏകദേശം എല്ലാത്തിലും സെയിം ആയിരിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ പ്രോപ്പർട്ടി അഡീഷനിൽ പറഞ്ഞത് ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് ലോ, അഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് 0, പിന്നെ അസോസിയേറ്റീവ് ലോ. ഈ എല്ലാ പ്രോപ്പർട്ടീസും എല്ലാത്തിലും വരും, അതായത് സബ്ട്രാക്ഷനിലും മൾട്ടിപ്ലിക്കേഷനിലും ഡിവിഷനിലും വരും. ഓക്കെ, പക്ഷെ അതിനകത്ത് വരുന്ന മീനിങ് വ്യത്യാസമായിരിക്കും. അത് നമുക്ക് സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടീസ് നോക്കുമ്പോൾ മനസ്സിലാവും. ഫസ്റ്റ് വൺ ക്ലോഷർ പ്രോപ്പർട്ടി സബ്ട്രാക്ഷന്റെ, the difference of two whole numbers is not always a whole number. നമ്മളെ അഡിഷനിൽ എന്താ പറഞ്ഞേ? The sum of any two whole number is always a whole number. അല്ലേ? രണ്ട് ഹോൾ നമ്പേഴ്സിന്റെ സം എപ്പോഴും ഹോൾ നമ്പർ തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ അഡിഷന്റെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞത്. ഇനി സബ്ട്രാക്ഷന്റെ പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി ആണ് അതിന്റെ നെയിം. ബട്ട് the difference of two whole numbers is not always a whole number. രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് എപ്പോഴും ഒരു ഹോൾ നമ്പർ ആവണമെന്നില്ല. അന്ന് മിസ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് പറഞ്ഞത്. 0യും കൗണ്ടിങ് നമ്പേഴ്സ് ആയ 1 2 3 4ഉം അങ്ങ് പോകുന്നതാണ് ഹോൾ നമ്പേഴ്സ്. അപ്പൊ ഈ 0ന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, അതായത് 0വിനേക്കാളും ചെറിയ വാല്യൂ ഉള്ള നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ ചെറിയ വാല്യൂ ഉള്ള നമ്പേഴ്സ്, അതായത് നെഗറ്റീവ് നമ്പേഴ്സ്, അതായത് -1 -2 -3, നമ്മൾ 1 2 3 4 എണ്ണുന്നില്ലേ, അതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് -1 -2 -3 എന്ന് പറയുന്ന അങ്ങനെ പോകുന്ന കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ആ നമ്പേഴ്സും 0യും ഈ 1 2 3 4 എന്ന് പറയുന്ന പോസിറ്റീവ് നമ്പേഴ്സും കൂടിയതിനെ നമ്മൾ ഇന്റിജേഴ്സ് എന്ന് പറയും. നമ്മൾ കുറച്ച് ടൈപ്പ് നമ്പേഴ്സ് പറഞ്ഞു. ആദ്യം ഹോൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു. നാച്ചുറൽ നമ്പേഴ്സിന്റെ കൂടെ 0യും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഹോൾ നമ്പേഴ്സ് കിട്ടും. ഈ ഹോൾ നമ്പേഴ്സിന്റെ കൂടെ നെഗറ്റീവ് നമ്പേഴ്സും കൂടി, അതായത് 0നെക്കാളും ചെറിയ നമ്പേഴ്സും കൂടി ആഡ് ചെയ്യുന്നതിനെ ഇന്റിജേഴ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോ
നമ്മൾ സാധാരണ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്? വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്തു. എന്നാല് ചെറുതിൽ നിന്ന് വലുതും നമുക്ക് മൈനസ് ചെയ്യാം. ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറും മൈനസ് ചെയ്യാം. അങ്ങനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് സീറോനേക്കാളും ചെറിയ വാല്യൂ ഉള്ള നമ്പർ കിട്ടും, നെഗറ്റീവ് നമ്പേഴ്സ് കിട്ടും. അപ്പോ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഹോൾ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. 5ൽ നിന്ന് 10 മൈനസ് ചെയ്യാം. മൈനസ് ചെയ്താൽ നമുക്ക് -5 എന്ന് ആൻസർ കിട്ടും. ബട്ട് -5 ഈസ് നോട്ട് എ ഹോൾ നമ്പർ, ഇറ്റ് ഈസ് ആൻ ഇന്റിജർ. ഹോൾ നമ്പർ എന്ന് പറയുന്നത് 0, 1, 2, 3, 4 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് ആണ് ഹോൾ നമ്പേഴ്സ്. അപ്പോ ചില സമയത്ത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സീറോനേക്കാളും ചെറിയ നമ്പർ കിട്ടും. ആ ചെറിയ നമ്പർ കിട്ടിയാൽ നമ്മൾ അതിനെ ഇന്റിജേഴ്സ് എന്നാ പറയാം. അപ്പൊ എന്താ സബ്ട്രാക്ഷനിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി, ക്ലോഷർ പ്രോപ്പർട്ടി, the difference of two whole numbers is not always a whole number. Hence the whole numbers are not closed under subtraction. അതൊന്ന് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തു വെച്ചോ. അവിടെ കുറച്ച് ബോൾഡ് ആയിട്ടൊരു സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. whole numbers are not closed under subtraction. അഡിഷന്റെ കേസിൽ എന്താ പറഞ്ഞേ? whole numbers are closed under addition. നമ്മൾ ഏത് രണ്ട് ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താലും we always get a whole number. But whole numbers are not closed under subtraction. നമുക്ക് എപ്പോഴും രണ്ട് ഹോൾ നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്താൽ ഹോൾ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. That is the difference between closure property of subtraction and closure property of addition. Okay? അപ്പം ബാക്കിയുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇതിലിനി ക്ലോഷർ പ്രോപ്പർട്ടി കഴിഞ്ഞാല് കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്, പ്രോപ്പർട്ടി ഓഫ് സീറോ ഉണ്ട്, അസോസിയേറ്റീവ് ലോ ഉണ്ട്, ഇൻവേഴ്സ് ഓപ്പറേഷൻസും ഉണ്ട്. അത്രയും പ്രോപ്പർട്ടി സബ്ട്രാക്ഷനിൽ നമുക്ക് പഠിക്കേണ്ടത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്യാം. പ്രോപ്പർട്ടീസ് അഡീഷൻ്റെത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് പോയിന്റ് വൈസ് ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്നതാണെന്ന് ഒരു പേപ്പറിൽ എഴുതാം, സെക്കൻഡ് പ്രോപ്പർട്ടി എന്നതാണെന്ന് എഴുതാം. അങ്ങനെ അഡീഷന്റെ പ്രോപ്പർട്ടീസ് മാത്രം ഒരു പേപ്പറിൽ എഴുതി വെക്കാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഹോംവർക്കിന്റെ കാര്യം ആരും മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.